ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഒരു അമ്മ എന്നോട് ചോദിച്ച ചോദ്യമാണ് കമൻ്റായിട്ട്. 7 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഫുൾ ഡയറ്റ് പ്ലാൻ, 1 വീക്ക് ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ്, എന്ത് കൊടുക്കണം എന്നാണ് അമ്മ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. 7 മാസം എന്ന് പറയുന്ന പ്രായം കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെ നിർണായകമാണ്. അവർ പുതിയ ഭക്ഷണങ്ങൾ രുചിച്ചു തുടങ്ങുന്നു, കൂടുതൽ ആക്റ്റീവ് ആകുന്നു. ഒരു നേഴ്സ് എന്ന നിലയിൽ ഈ ഒരു വീഡിയോയിലൂടെ കുഞ്ഞിൻ്റെ ആഹാരം, തൂക്കം, വാക്സിനേഷൻ, ആക്ടിവിറ്റി, കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം കൊടുക്കാം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി, കുട്ടിയുടെ തൂക്കം എത്ര വേണം? അതായത് സാധാരണ തൂക്കം ജനിച്ചപ്പോഴത്തെ തൂക്കത്തിൻ്റെ ഇരട്ടി 5-6 മാസത്തിനുള്ളിൽ ആകണം. 7 മാസമാകുമ്പോൾ കുഞ്ഞ് ഏകദേശം 7 മുതൽ 9 കിലോ വരെ തൂക്കം വയ്ക്കുന്നത് നല്ലതാണ്. ഇത് ഓരോ കുഞ്ഞിനും വ്യത്യാസപ്പെടാം. ജനന സമയത്തെ തൂക്കം അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടുന്നു. കുഞ്ഞിൻ്റെ തൂക്കം കൃത്യമായി കൂടുന്നുണ്ടോ എന്നറിയാൻ ഒരു വെയ്റ്റ് ചാർട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. തൂക്കം പെട്ടെന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ ഡോക്ടറെ കാണാനും മടിക്കരുത്. കുഞ്ഞിൻ്റെ ആക്ടിവിറ്റികൾ ഇരിക്കാൻ തുടങ്ങുന്നു. അതായത് മിക്കവാറും കുഞ്ഞുങ്ങൾ ഈ സമയത്ത്, അതായത് 7-ാം മാസം മുതൽ സഹായമില്ലാതെ ഇരിക്കാൻ തുടങ്ങും. വശങ്ങളിലേക്ക് മറിയുന്നതും കമിഴ്ന്നു വീഴുന്നതും ഈ പ്രായത്തിലെ പ്രത്യേകതയാണ്. കൂടാതെ അമ്മയുടെയും അച്ഛൻ്റെയും ശബ്ദം കുഞ്ഞ് തിരിച്ചറിയുകയും ചിരിക്കുകയും ചെയ്യുന്നു. കയ്യിൽ കിട്ടുന്നതെന്തും വായിൽ വയ്ക്കാൻ തോന്നും. ടീത്തിങ് തുടങ്ങുന്ന സമയം കൂടിയാണ്. എന്ത് നൽകാം, എന്ത് നൽകരുത്, അതായത് കുട്ടിക്ക് നമ്മൾ എന്ത് ഫുഡ് കൊടുക്കാം, നൽകാവുന്നതാണ് ആദ്യം പറയുന്നത്. നന്നായി ഉടച്ച ചോറ്, നേന്ത്രക്കായ പൊടി കുറുക്കിയത്, റാഗി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത്, പഴങ്ങൾ, അതായത് ആപ്പിൾ, പപ്പായ, ഏത്തപ്പഴം, ഇവയും ഈ പ്രായത്തിൽ നൽകാം. നൽകാൻ പാടില്ലാത്തത്, 1 വയസ്സ് വരെ പശുവിൻ പാൽ നൽകരുത്. ഉപ്പ്, പഞ്ചസാര, തേൻ എന്നിവ ഒഴിവാക്കുക. അടുത്തതായി, പ്രോട്ടീനും കാൽഷ്യവും അത്യാവശ്യമാണ്. പരിപ്പ് വർഗ്ഗങ്ങളും മുട്ടയുടെ മഞ്ഞയും, മുട്ട നന്നായി പുഴുങ്ങിയതാണ്, ഇതിലെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. വാക്സിനേഷനെ കുറിച്ച് സംസാരിക്കാം. 6 മാസം കഴിഞ്ഞ് നൽകേണ്ട വാക്സിനുകൾ കൃത്യസമയത്ത് എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കുഞ്ഞിന് പനിയോ വയറിളക്കമോ ഉണ്ടെങ്കിൽ ഒട്ടും വൈകിക്കരുത്. സ്വന്തം ട്രീറ്റ്മെൻറ്റിന് നിൽക്കാതെ ഡോക്ടറെ കാണിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകണമെന്നും 7-ാം മാസം മുതൽ മുലപ്പാലിനൊപ്പം ഖരാഹാരം, അതായത് സോളിഡ് ഫുഡ്സും നൽകണമെന്നുമാണ്. 1 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ വൃക്കകൾക്ക് ഉപ്പും പഞ്ചസാരയും താങ്ങാനുള്ള ശേഷി കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നിന്നും ഇവ ഒഴിവാക്കണം. കൂടാതെ അലർജി പരിശോധനയാണ്. ഓരോ പുതിയ ഭക്ഷണവും പരിചയപ്പെടുത്തുമ്പോഴും 3 ദിവസം ഗ്യാപ്പ് ഇടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കും. 6 മാസത്തിന് ശേഷം കുഞ്ഞിൻ്റെ ശരീരത്തിലെ അയൺ ശേഖരണം കുറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ഈ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തിയ റാഗി, മുട്ടയുടെ മഞ്ഞ, പരിപ്പ് എന്നിവ അയൺ ലഭിക്കാൻ സഹായിക്കുന്നവയാണ്. 1 വയസ്സ് തികയുന്നതിന് മുൻപ് പശുവിൻ പാൽ നേരിട്ട് കുടിക്കാൻ നൽകരുത്. അപ്പോൾ ഞാനൊരു ഡയറ്റ് പ്ലാനും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഡയറ്റ് പ്ലാൻ പൊതുവായ ആരോഗ്യ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ളതാണ്. എങ്കിലും ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. അലർജിയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ള കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കും. കുറച്ച് സയൻറ്റിഫിക് വാലിഡേഷൻ പറയാം. അതായത് അയണിൻ്റെ സ്റ്റോറേജ് ആണ്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കിട്ടുന്ന അയൺ ശേഖരം 6 മാസം കഴിയുമ്പോൾ കുറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് 7-ാം മാസത്തിൽ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നൽകണം. നമ്മൾ ഈ ഡയറ്റ് പ്ലാനിൽ റാഗി, മുട്ടയുടെ മഞ്ഞ, പരിപ്പ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അയൺ സ്റ്റോറേജിന് അനുയോജ്യമാണ്. ഇനി ഡയറ്റ് പ്ലാനിലേക്ക് പോകാം. തിങ്കളാഴ്ച സമയം മോർണിംഗ് ആണ്. 8:30 കൊടുക്കേണ്ടത് നേന്ത്രക്കായ പൊടി കുറുക്കിയതാണ്. ഉച്ചയ്ക്ക്, അതായത് 12:30 ഉടച്ച ചോറും പരിപ്പും നൽകാം. മൈസൂർ ഡാലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വൈകുന്നേരം 4 മണിക്ക് ആപ്പിൾ പുഴുങ്ങി ഉടച്ചത് കുഞ്ഞിന് നൽകാം. ചൊവ്വാഴ്ച രാവിലെ 8:30
റാഗി കുറുക്കിയത് കൊടുക്കാം. ഉച്ചയ്ക്ക് പപ്പായ നന്നായി ഉടച്ചത് നൽകാം. വൈകുന്നേരം ഓട്സ് നന്നായി പൊടിച്ച് അതിനെ കുറുക്കു രൂപത്തിൽ കുട്ടിക്ക് നൽകാം. ബുധനാഴ്ച വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചുടച്ച് കുഞ്ഞിന് നൽകാം. ഉച്ചയ്ക്ക് ഉടച്ച ചോറും ഒരു തുള്ളി നെയ്യും കുട്ടിക്ക് നൽകാം. വൈകുന്നേരം നേന്ത്രപ്പഴം, അതായത് ഏത്തപ്പഴം പുഴുങ്ങി ഉടച്ചതും കൊടുക്കാം. വ്യാഴാഴ്ച റവ കുറുക്കിയതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി കൊടുക്കേണ്ടത്. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാം, പരിപ്പ് കൊടുക്കാം, ചീര വേവിച്ച് ഉടച്ചു കൊടുക്കാം. വൈകുന്നേരം ചെറുപയർ നന്നായി വേവിച്ച് ഉടച്ചത് കുട്ടിക്ക് കൊടുക്കാം. വെള്ളിയാഴ്ച നേന്ത്രക്കായ പൊടി കുറുക്കിയത് കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന്. ഉച്ചയ്ക്ക് ഉരുളക്കിഴങ്ങോ മധുരക്കിഴങ്ങോ പുഴുങ്ങിയത് ഉടച്ചു കൊടുക്കാം. വൈകുന്നേരം മുട്ടയുടെ മഞ്ഞ നന്നായി പുഴുങ്ങിയത് കുട്ടിക്ക് നൽകാം. ശനിയാഴ്ച ആപ്പിൾ ആവിയിൽ പുഴുങ്ങിയത് കുഞ്ഞിന് കൊടുക്കാം. ഉച്ചയ്ക്ക് ഉടച്ച ചോറ്, പരിപ്പ് കറി കൊടുക്കാം. വൈകുന്നേരം റാഗി കുറുക്കിയത് കൊടുക്കാം. ഞായറാഴ്ച ചവ്വരി കുറുക്കിയത് കൊടുക്കാം. ചവ്വരി നന്നായി വെള്ളത്തിലിട്ട് കുതിർക്കാൻ അനുവദിക്കുക. ശേഷം അതിനെ കുറുക്ക് രൂപത്തിൽ കുട്ടിക്ക് കൊടുക്കാം. ഉച്ചയ്ക്ക് മിക്സഡ് വെജിറ്റബിൾ കൊടുക്കാം, അതായത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ച് ഉടച്ച് കുട്ടിക്ക് നൽകാം. വൈകുന്നേരം പഴം ഉടച്ചത് കുട്ടിക്ക് നൽകാം. അപ്പോൾ ഇതാണ് ഡയറ്റ് പ്ലാന്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറി മാറി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന ടെക്സ്ചറാണ്, അതായത് നല്ലപോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം നല്ലപോലെ അരച്ചോ അല്ലെങ്കിൽ തരികളില്ലാതെ ഉടച്ചോ കുഞ്ഞിന് നൽകണം. കുഞ്ഞ് ശ്വാസതടസ്സം നേരിടാതെ നോക്കാൻ ഇത് പ്രധാനമാണ്. പിന്നെ ശുചിത്വമാണ്. ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുൻപും കുഞ്ഞിന് നൽകുന്നതിന് മുമ്പും കൈകൾ സോപ്പിട്ട് കഴുകണം. പാത്രങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം. ഞായറാഴ്ച നമ്മൾ കുഞ്ഞിന് നൽകുന്നത് വ്യത്യസ്തമായ 3 ഭക്ഷണങ്ങളാണ്. ഇതിൻ്റെ ഗുണങ്ങൾ പറയാം. എന്തുകൊണ്ട് ഇത് കൊടുക്കണം? ചവ്വരി, ഇതിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമുണ്ട്. കുഞ്ഞിന് പെട്ടെന്ന് എനർജി കിട്ടാനും ദഹിക്കാനും ഇത് വളരെ നല്ലതാണ്. തയ്യാറാക്കേണ്ട വിധം നേരത്തെ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടി പറയാം. നന്നായി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നല്ലപോലെ വേവിച്ച് ഉടച്ച് കുഴമ്പ് രൂപത്തിലാക്കി നൽകണം. ഗുണമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ വയറിന് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ്, അതായത് പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കും. ഉച്ചയ്ക്ക് നൽകുന്നത് മിക്സഡ് വെജിറ്റബിൾ ആണ്. ഒരൊറ്റ പച്ചക്കറി നൽകുന്നതിനേക്കാൾ ഗുണകരമാണിത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇത്തിരി പയറും കൂടി ചേർക്കാം. ഇത് തയ്യാറാക്കുന്ന രീതി: പച്ചക്കറികൾ നന്നായി കഴുകി തൊലി കളഞ്ഞ് പ്രഷർ കുക്കറിലോ ആവിയിലോ വേവിക്കുക. അതിനുശേഷം മിക്സിയിലോ സ്പൂൺ ഉപയോഗിച്ചോ നല്ല മയത്തിൽ അരച്ചെടുക്കുക. ഇതിൽ ഒരു തുള്ളി നെയ്യ് ചേർക്കുന്നത് ബുദ്ധിവികാസത്തിനും തൂക്കം കൂടാനും സഹായിക്കും. ഗുണം എന്ന് പറയുന്നത് കുഞ്ഞിന് പലതരം വിറ്റമിനുകളും മിനറൽസും ഒരേ സമയം കിട്ടുന്നു എന്നുള്ളതാണ്. വൈകുന്നേരം ഏത്തപ്പഴം ഉടച്ചതാണ് നൽകുന്നത്. എന്തുകൊണ്ട് ഇത് നൽകാം? കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച ഭക്ഷണമാണ് നേന്ത്രപ്പഴം. തയ്യാറാക്കുന്ന രീതി പറയാം. നന്നായി പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങിയ ശേഷം നടുവിലെ കറുത്ത വിത്തുകൾ കളഞ്ഞ് നല്ലപോലെ ഉടച്ചു നൽകാം. ഗുണങ്ങളാണ്: പൊട്ടാഷ്യമുണ്ട്, വിറ്റമിൻ B6 എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഇത് സഹായിക്കും. ഓരോ ഭക്ഷണത്തിന് ശേഷവും 2-3 സ്പൂൺ തിളപ്പിച്ചാറ്റിയ വെള്ളം കുഞ്ഞിന് നൽകാൻ മറക്കരുത്. 7 മാസം പ്രായമുള്ള കുഞ്ഞ് 2 മുതൽ 3 വലിയ സ്പൂൺ ഭക്ഷണം മാത്രമേ ഒരു സമയം നൽകാവൂ. ബാക്കി സമയം മുലപ്പാൽ തന്നെ നൽകണം. അടുത്തതായി വിശപ്പ് തിരിച്ചറിയുക. കുഞ്ഞ് വായ തുറക്കുന്നില്ലെങ്കിലോ കരയുകയാണെങ്കിലോ നിർബന്ധിച്ച് കഴിപ്പിക്കരുത്. അപ്പോൾ 7 മാസമായ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു.
അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.